കുറവായിരുന്നു. എൻ്റെ സെൻസ് ആൻസർ ചെയ്യാനെടുക്കുന്ന സമയം ഭയങ്കര കുറവായിരുന്നു. ഞാൻ വേറെ ഇപ്പോൾ പല 1-2 പേരുടെയൊക്കെ ഷോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ കുറച്ചും കൂടി സമയമെടുത്തിട്ടാണ് അവരത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പക്ഷെ നിങ്ങളത് ഭയങ്കര ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ആൻസർ ചെയ്തത്. അത് കുട്ടികളെ നിന്നൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇവനൊക്കെ 1 മിനിറ്റിൽ അവൻ അടുത്ത ചിന്തയിലേക്ക് പോയി അതിൻ്റെ പിന്നത്തെ മുന്നിൽ വേറെ കാര്യം ആലോചിച്ച് തുടങ്ങിക്കാണ്. നിങ്ങളപ്പോഴും അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് കിട്ടില്ല. അതാണ് എങ്ങനെ ഞാൻ കണക്ട് ചെയ്തതെന്ന് ചോദിച്ചു. സ്റ്റിൽ ഇറ്റ് വാസ് നൈസ്. 83 50 അതോ 15? ഓക്കെ ആണോ എല്ലാവരും? സോ നമുക്ക് 2 2-digit നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. 1 is 83 and 1 is 15. അതിൽ 83 ഏതാണെന്ന് നോക്കാം. MS ധോണി. ഓക്കെ, MSD ഫാൻസ് ആരും ഇല്ലേ? MSD ഫാൻസ് 15 ഏതാണെന്ന് നോക്കാം. ഔട്ട് ഓഫ് ദാറ്റ് 15. ഓക്കെ, നോക്കിയോ? ഓക്കെ, ഏതായിട്ട് വേണമെന്ന് പറഞ്ഞോ. പോപ്കോൺ. ഓക്കെ, സോ ബ്രോ ആ ഗിഫ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യും. MSD it is MSD holding a ഓഫ് കോഴ്സ് നിങ്ങളത് ട്രൈ ചെയ്യണം. കാരണം സമയമെടുത്ത് ചെയ്യുന്ന പ്രോഗ്രാമല്ല, ബട്ട് വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ആ സൊല്യൂഷൻ അല്ലെങ്കിൽ ആൻസർ കണ്ടുപിടിക്കുന്നത്. അതിലാണ് എനിക്ക് കുറച്ച് ഇമ്പ്രസ്ഡ് ആയത്. അല്ലാതെ സമയമെടുത്ത് കണ്ടുപിടിക്കുന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ മജീഷ്യൻസ് വരെ സമയമെടുത്തിട്ട് അവർ ചിലപ്പോൾ ആൻസർ ചെയ്യും. പക്ഷേ ഇത് അത്രയും സമയം എടുക്കുന്നില്ല, ഭയങ്കര കുറവ് സമയമുള്ളൂ. അതിൽ ഞാൻ ഇമ്പ്രസ്ഡ് ആണ്. സോ ഞാൻ പണ്ട് ഇത് കുറച്ച് ഫോളോ ചെയ്ത ആളാണ്, പിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തു. സോ ഇത് എനിക്കൊരു കൈൻഡ് ഓഫ് ഇൻസ്പിറേഷനാണ്. വിൽ സ്റ്റാർട്ട് അഗൈൻ. ഞാൻ ആക്ച്വലി ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം ലൈവ് ഒരു മെൻ്റലിസം കാണുന്നത്. അഭിജിത്തിനെ ഇൻവൈറ്റ് ചെയ്തപ്പം ആദ്യമുള്ളൊരു ഡൗട്ട്, മെൻ്റലിസം എന്ന് പറയുന്നത് നമ്മൾ അഡൽട്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമല്ലേ? അപ്പം എങ്ങനെ ഇത്രയും കിഡ്സ് ഒരു ഫോറത്തിൽ എങ്ങനെ പുള്ളിക്ക് അത് എൻഗേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഭയങ്കര ഡൗട്ടായിരുന്നു എനിക്ക്. കിഡ്സ് എൻജോയ് ചെയ്യുമെന്ന്. പക്ഷേ ഞാൻ അതും കണ്ട് ആക്ച്വലി ഭയങ്കര സർപ്രൈസ്ഡ് ആയി. പുള്ളി ആ ഒരു കിഡ്സിനെ എൻ്റർടൈൻ ചെയ്ത് അവരെയും കൂടെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നൊരു കാര്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസ്ഡ് ആയി. പിന്നെ മൊത്തത്തിൽ എനിക്ക് തന്നെ ഇത് സൈക്കോളജി ആണോ അതോ ഇല്യൂഷൻ ആണോ എന്താണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു. പുള്ളി ആ പെർഫോം ചെയ്ത ഒരു 30 മിനിറ്റ്സും എല്ലാ ഓഡിയൻസും ഇൻക്ലൂഡിങ് ഈച്ച് ആൻഡ് എവറി കിഡ് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. പ്ലേസ് or a country which is so close to your heart, which you would like to visit once again, where you would like to revisit, right? Okay, perfect. So can we get into the mind of CEO? Sir, can you just bring the first alphabet to your mind? Hold my hand. Can you just keep my hand? Okay. Can you just think of that place where you are traveling to? Can you just bring that memories, like if you have traveled, no? Can you just bring that memories? And can you just try to share that place with me without saying any word? Can you just send it across? I mean, we have so many, no? Telekinesis, all those act. Okay. Can you just think of the last alphabet? Any guess, participants? Can you hold it without showing anyone? Okay, come here. Stand like this. Hold it. Safe, okay? Don't show it to anyone. Okay. Sir, what is the place where you like to travel? Sydney. So I need to run or stand? And sir, this is my suggestion for you. It is Sydney. Thank you, sir. Thanks for your time. ഷഫിൾ ചെയ്തോ? നന്നായിട്ട് ഷഫിൾ ചെയ്തോ? ഓക്കെ. സോ ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് ഒന്ന് സെലക്ട് ചെയ്ത് അവൻ്റെ കൊടുക്കുക. ഓക്കെ. സോ ഔട്ട് ഓഫ് ദ 52 നിങ്ങൾ ഒരു കാർഡ് സെലക്ട് ചെയ്തില്ലേ? അറിയോ? കാർഡ് അറിയോ? മോനറിയോ? ഓക്കെ, ഫൈൻ. ഒന്ന് ഗസ് ചെയ്യാൻ നോക്കിയാലോ? റെഡ് അല്ലേ? ഓക്കെ, ഞാനൊരു പ്രഡിക്ഷൻ എഴുതാം. ഈസ് ദറ്റ് ദ സെയിം കാർഡ്? ഇസ് ഇറ്റ് എ ക്യൂൻ ഓഫ് ഡൈസ്? ആ പ്രഡിക്ഷൻ ഒന്ന്. ഞാൻ ആദ്യമായിട്ട് ഒരു മെന്റലിസ്റ്റിലേക്ക് കാണുന്ന, അപ്പം പിന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ അല്ലാണ്ട് എനിക്ക് ഒരു നമ്പർ വെച്ചിട്ട് സെലിബ്രിറ്റീനെയും പിന്നെ ഐറ്റമിനെയും ഗസ് ചെയ്യുന്നൊരു ഗെയിം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിയപ്പോൾ ഭയങ്കര ഷോക്ക്ഡ് ആയിപ്പോയി, സർപ്രൈസ്ഡ് ആയിപ്പോയി. നമുക്ക് പുള്ളിയുടെ ലോങ് ലീവ് എവിടെ പോകുന്നതെന്ന് കണ്ടുപിടിച്ചാലോ?
ആർ യു റെഡി? സോ ആ സ്ഥലം ഒന്ന് മനസ്സിൽ വിചാരിക്കാമോ? ഇന്ന് നോക്കണ്ട, എൻ്റെ ഒന്നും പറയണ്ട, ജസ്റ്റ് ഫസ്റ്റ് ആൽഫബറ്റ് ഒന്ന് മനസ്സിൽ വിചാരിക്കും. നമുക്കൊന്ന് ഗസ് ചെയ്യാൻ നോക്കിയാലോ? സോ ഒന്ന് പറയാമോ? Goa. Where there was a surprise element called mentalist session. When I heard the word mentalist, you all know that what would strike for a common person. But when Abhijit entered on the stage and the first act he performed, it was really surprising for me. It was kind of balance of bit surprising and bit dicey, as in is it truth or it is not. But the fact was, yes, it was truth. He reads the mind, he reads the pulse, and my God, what a mind-blowing reading he does, you know. The fact is, like, few of the persons who never open up or they never shared where they want to go or which is their favorite place and all, he read it in a fraction of seconds. Guys, like me, who was a non-believer of this mentalist activity, started believing it. And you know, I have requested him to start classes for it. So I would request all of you, if possible, try to get in touch with him and try to request him to start new class in India. It will be something, a boom performance in India. സോ നമുക്ക് ഫ്രണ്ടിന്റെ പേരൊന്ന് ഗസ് ചെയ്യാൻ നോക്കിയാലോ? സോ ജസ്റ്റ് തിങ്ക് ഓഫ് ദാറ്റ് നെയിം. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എം. ഓക്കെ ഓക്കെ, സോ ഐ ഡോണ്ട് നോ, നമ്മൾ നേരത്തെ പരിചയമുണ്ടോ? ഇല്ലല്ലോ, ഒന്ന് പറയാമോ? Malu. മാലു. മാലു വീട്ടിൽ ചെയ്യുന്ന പേരാണോ? സജഷൻസ് കാണിക്കണോ? സംടൈംസ് മെന്റലിസ്റ്റ് ക്യാൻ ഓൾസോ ഗോ റോങ് അല്ലേ? അല്ലേ? അല്ല, ശില്പ അവിടെ എന്ന് പറയുന്നത് പേയ്മെന്റ് കട്ട് ചെയ്യും കേട്ടോ. ആൻഡ് എട്ടസ്. ഷോ സൂപ്പർബായിരുന്നു. മെൻ്റലിസം ഒന്ന് കേട്ടിട്ട് മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അഭിജിത്ത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഈ ധോനി, ഇത് അമേസിങ് ആയിരുന്നു കേട്ടോ. ഒരു 10 മിനിറ്റ് ഞാനും അവിടെ വന്നിരുന്നിട്ട് എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് ആലോചിച്ചു. ഒരു ഐഡിയയും കിട്ടുന്നില്ല. CEO ഗ്രേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹം സത്യത്തിൽ നല്ല വണ്ടറായിപ്പോയി. ഒരുപാട് പേര് കറക്റ്റ് ആ പിൻ പോയിൻ്റ് ചെയ്ത് ആ പ്ലേസ് എങ്ങനെ പറയുന്നു എന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. കൊള്ളാം, സൂപ്പർ. സോ ഇതിൽ നിന്നും ഒരുപാട് ഷോസ് ചെയ്ത് ബെറ്റർ ആവട്ടെ. ബെറ്റർ എന്നല്ല, സൂപ്പർ. ഇപ്പോഴേ സൂപ്പർബാണ്. ഇതിൽ നിന്നും വലിയ ഷോസൊക്കെ ചെയ്ത് വലിയ പ്ലാറ്റ്ഫോംസിൽ ഷോസ് ചെയ്യാൻ പറ്റട്ടെ. ഉറപ്പായിട്ട് ഈ ഷോ നിങ്ങൾ ബുക്ക് ചെയ്തോളൂ. കുറച്ച് കഴിയുമ്പോൾ ബുക്ക് ചെയ്യാൻ കിട്ടത്തില്ല. ഇദ്ദേഹം വേറെ ലെവലിലേക്ക് പോകും.